Assalamualaikum, welcome back to my YouTube channel. ഓക്കെ, അപ്പോൾ നിങ്ങൾ രാവിലെ എണീച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ സമയം 10:45 നേരത്തെ എണീച്ച് വീഡിയോ ഒക്കെ ചെയ്യണം വിചാരിച്ചിരുന്നു. ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ ഒരു ഈദ് വ്ളോഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ എന്താ പറയുക, നല്ലപോലെ വീഡിയോ ചെയ്യാൻ പറ്റിയിട്ടില്ല. മേക്കപ്പ് വീഡിയോ ചെയ്തപ്പോൾ തന്നെ കുറേ ലോങ് ആയിപ്പോയി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പം ഉമ്മാൻ്റെ വീട്ടിലാട്ടോ. ഞാൻ വിചാരിച്ചു ഉമ്മാൻ്റെ വീട്ടിൽ തന്നെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന്. അപ്പോൾ ഇനി ഇവിടെയൊക്കെ കാണും ചെയ്യാമല്ലോ. സൗണ്ടൊക്കെ ആകെ മാറിയിട്ട് മാത്രമല്ല, നമ്മൾ ഈ ഉമ്മമാരുടെ വീട് മുഴുവനായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും, വീടൊക്കെ പടയിക്കണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ് കേട്ടോ. ദോശ, ബീഫ് കറി, പിന്നെ ചായ. ഇതാണ് കേട്ടോ ഇന്നത്തെ ഫുഡ്. അപ്പോൾ ഫുഡ് കഴിക്കുന്ന വീഡിയോ ഒന്നും എടുക്കണില്ല. ഒരാളവിടെ ഫോണിൽ ഫുഡ് കഴിക്കൽ തുടങ്ങി കേട്ടോ. ആദ്യം തന്നെ നോക്കി ചിരിച്ചടി. അങ്ങനെ ഓള് ഫുഡ് കഴിക്കാൻ തുടങ്ങി. ഞാനും അവിടെ അടുത്ത് മൂലൊക്കെ പോയി ഇരുന്നിട്ടുണ്ട് കേട്ടോ. എന്തിനാ ഫോണിലൊക്കെ ഫുഡ് കഴിക്കണമെന്ന് പറഞ്ഞാൽ ഇനി ഇരിക്കാൻ സമ്മതിക്കില്ല. അപ്പം ഞാനും വല്ലവിടെ പോയി ഇരുന്നിട്ടുണ്ട്. ഇനി ഫുഡ് കഴിച്ചിട്ട് കാണാം കേട്ടോ. ഓക്കെ, അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. ഇനി ഞാൻ വിചാരിച്ചു എന്തായാലും ഉമ്മാൻ്റെ വീട്ടിലല്ല, അപ്പോൾ ഇവിടുത്തെ വീടൊക്കെ കാണിച്ചു തരാമെന്ന്. ഈ റൂമിലാണ് ഞങ്ങൾ ഇന്നലെ കിടന്നത് കേട്ടോ. ഇത് താഴത്തെ ഭാഗമാണ്, അണ്ടർഗ്രൗണ്ട് ആട്ടോ യാർഡ്. പിന്നെ ഇത് അയൺ ചെയ്യുന്ന ഭാഗമാണ് ഈ ഒരു ഭാഗം. പിന്നെ അടുത്തത് വാഷ്റൂമാണ്. പിന്നെ അത് വേറെ ഒരു റൂമാണ് കേട്ടോ. പിന്നെ നമുക്ക് മുകളിൽ പോവാം. ഇത് കഴിഞ്ഞ് നേരെ മുകളിലോട്ടാണ് പോകുന്നത്. മുകളിലാണ് കിച്ചണും കാര്യങ്ങളൊക്കെ, ഹാളൊക്കെ ഉള്ളത് മുകളിലാട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. ഇതാണ് ഹാളിട്ട. നമ്മൾ ഡൈനിങ് ഹാളില്ലേ, അതാണിത്. പിന്നെ അവിടെ ടേബിള്, ചെയറൊക്കെ വെക്കുന്നത്. പിന്നെ നേരെ കാണുന്നത് വാഷ് ബേസാണ്. അതിന് മുകളിലൊരു മിറർ. ഇന്ന അതിൽ നല്ലപോലെ കാണില്ല, അതാണ് ഞാനിങ്ങനെ എത്തി പള്ളി നോക്കുന്നത് കേട്ടോ. ഞാനൊരു ചെറിയ സാധനം ആയതുകൊണ്ട് ഇന്നാണ്ട് എത്തൂല കാണാൻ. പിന്നെ ഇത് ഓഫീസ് റൂമാണ്. ഉമ്മ ഇവിടെ ആട്ടോ നിസ്കരിക്കൽ, ഈ ഒരു റൂമിൽ. അത് കഴിഞ്ഞ് പിന്നെയും തിരിച്ച് ഡൈനിങ് ഹാളിൽ തന്നെ വരും. ഇവിടുന്ന് നേരെ കാണുന്ന വാതിലാണ് സിറ്റ് ഔട്ട്. അപ്പോൾ ഇതാണ് സിറ്റ് ഔട്ടിൻ്റെ ആ ഒരു ഏരിയ. കിച്ചണ് എന്താ നല്ല സമ്മതിച്ചിട്ടുണ്ട് വീടെടുക്കാനായിട്ട്. ഇത് കിച്ചണാണ്. ലൈറ്റ് ഓഫ് ആക്കി പണിക്ക് വെച്ചിട്ടുണ്ട് അമ്മക്ക് ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. ഇനി നേരെ ഹോസ്പിറ്റലിൽ പോകാൻ കേട്ടോ. ഉമ്മാക്ക് ഡോക്ടറിനെ കാണിക്കാനുണ്ട്. ഇപ്പോൾ സമയം 2:30 ഒക്കെ ആയിട്ടുണ്ട്. ഉച്ചയാണ് കേട്ടോ അത്. 2 ഉച്ചയാണല്ലോ. അങ്ങനെ അപ്പം അങ്ങനെ നേരെ ഹോസ്പിറ്റലിൽ പോവാണ്. ഇതിങ്ങനെ മെല്ലെ എടുത്താൽ കുറേ നേരമാവും, ലാഗായി പോകും വീഡിയോ. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ടൈം ലാപ്സിൽ എടുക്കണം കേട്ടോ. അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ എത്താനായി. ഇനി ഹോസ്പിറ്റലിൽ എത്തിയിട്ട് ബാക്കിയുള്ള വീഡിയോസൊക്കെ കാണിച്ചു തരാം. അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിലെത്തി. ഇതാണ് കേട്ടോ അമ്മ. ഡോക്ടറിൻ്റെ വിളിയും കാത്ത് നിൽക്കുകയാണ്, വെയിറ്റ് ചെയ്യാൻ കേട്ടോ അവിടെ. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഉണ്ട് ഒരാളവിടെ എന്തോ മഴുകാനുള്ള പ്ലാനാണ്. നമ്മൾ സ്ഥിരം പരിപാടിയാണ് കേട്ടോ, ഓരോ കുർത്തിക്കാർ കാണിച്ചിട്ട് ഒറ്റ സീരിയസ് മോഡൽ.
2 hours later. അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട്. 5 മണിയായിട്ടോ, 2 മണിക്കൂറോളം ഹോസ്പിറ്റലിൽ നിന്നിട്ടുണ്ട്. പിന്നെ എൻ്റെ ഈ വീഡിയോ നല്ല ഷേക്കാവുന്നുണ്ട്. അത് ഞാൻ നടക്കുമ്പോൾ ഫോണിങ്ങനെ ഇളകണതാണ് കേട്ടോ, അത് നിങ്ങൾ കാര്യമാക്കണ്ട. അങ്ങനെ ഇപ്പോൾ നമ്മൾ കാറിൻ്റെ അടുത്തേക്ക് പോവാണ്. അവളവിടെ കയറിട്ടോ, എന്നെ അവിടെ കയറാൻ സമ്മതിച്ചില്ല. എന്നോട് അപ്പുറത്ത് പോയി കയറാൻ പറഞ്ഞു. എന്താ ചെയ്യാൻ, ഞാൻ പാവായി പോയില്ലേ. അങ്ങനെ കാറിൽ കയറി നേരെ വീട്ടിലേക്കാട്ടോ പോണേ. ഉമ്മ ഞങ്ങൾക്ക് മുട്ടയൊക്കെ മേടിച്ച് തന്നിട്ടോ. ലേസല്ല, ഇത് വേറെ എന്തോ ഒരു ഉരുണ്ടുള്ള സാധനമാണ്, പേര് എനിക്കറിയില്ല, നോക്കിയിട്ടില്ല. അങ്ങനെ ഇപ്പോൾ ഞങ്ങളെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. 3 ദിവസത്തിന് ശേഷമാണ് പെരിക്ക് പോണത്. അപ്പോൾ അവിടെ കുറേ ഒരു പണി ഉണ്ടാവും. വീടെത്താനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഓക്കെ, ഇപ്പോൾ ഫുഡാണ്. ഞാൻ അതൊക്കെ അടുപ്പിച്ചെടുക്കാണ്ടോ, കാരണം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. വീട്ടിൽ കുറേ ഒരു പണി ഉണ്ടായിരുന്നു. TV കണ്ട് ഫുഡ് കഴിക്കാം കേട്ടോ. അവളവിടെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ലാസ്റ്റത്തെ വീഡിയോ നടക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ, കാരണം നേരം 10 മണിയാവാനായിരുന്നു. അപ്പോൾ ഇതൊരു ചെറിയ വ്ളോഗാണ്. നിങ്ങൾക്ക് ഇഷ്ടമായോ അറിയില്ല. ഇഷ്ടമായ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക മറക്കരുത് കേട്ടോ.